അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു പോകാൻ തുടങ്ങുമ്പോൾ JK പറയും, എന്തായാലും ശരി മോള് ഗൃഹപ്രവേശമൊക്കെ നടത്തി പാലും കാച്ചിയതല്ലേ, എന്തായാലും ഇത്തിരി മധുരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ JKയുടെ കണ്ണുകളെല്ലാം നിറയുകയാണ്. എന്തിനാ അങ്ങളെ കരയുന്നത്, ഇത് നല്ലൊരു ദിവസമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ മോളെ ഓർത്തു പോയി മോളെ, അവൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് പാല് കുടിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നു പറയുന്നുണ്ട്, അങ്കിൾ എന്തായാലും വിഷമിക്കേണ്ട, ഇന്നൊരു നല്ല ദിവസമല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം പാല് കുടിച്ചിട്ട് ആ ഗ്ലാസ് കഴുകാൻ പോകണം കേട്ടോ. വേണ്ട മോളെ, ഇവിടെ മോള് കഴുകണ്ട, പാപ്പച്ചനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വേണ്ട ഞാൻ കഴുകാം അങ്കിളെ എന്ന് പറയുമ്പോൾ JK നിർബന്ധിക്കുകയാണ്, വേണ്ട ഇവിടെ വെച്ചേക്ക് പാപ്പച്ചൻ കഴുകിക്കോളും എന്ന് പറയുന്നു. ചിന്നു അതിന് ശേഷം യാത്ര പറഞ്ഞ് പോകണം, മോളെ ഇടയ്ക്കിടയ്ക്ക് വരണം, എന്നെ എഴുത്തിലൊക്കെ സഹായിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അർച്ചന ഓഫീസിൽ നിന്നും വരുമ്പോൾ മഞ്ജു അവിടെ ഉണ്ടാവും കേട്ടോ. മഞ്ജു കണ്ടതും തന്നെ അർച്ചനയോട് പറയും, JK സാറ് വന്നിരുന്നെന്നും അയാൾ എത്ര നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അയാൾ നമ്മുടെ വീട്ടിലത്തെ ഒരാളുടെ കൂടെ പോലെയാണ് പെരുമാറുന്നത്, ഞാൻ ഫ്രിഡ്ജ് നേരാക്കാനുള്ള ആളാണെന്ന് കരുതിയിട്ട് അയാൾ ഫ്രിഡ്ജ് തൊട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അത് ശരിയായി, ഇത്രയും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, എനിക്കിപ്പോൾ അയാളോട് നല്ല ആരാധനയായി എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറയണം, അയാൾ നമ്മളെപ്പറ്റി എന്ത് വിചാരിച്ചിരിക്കും മഞ്ജു, അയാൾ ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ആളെയും കൂടെ നിനക്ക് അറിയാതെയായോ, നമ്മൾ അയാളെ ശല്യം ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജുവിനോട് ചോദിക്കും, രമ്യ എവിടെ എന്ന് ചോദിക്കുമ്പോൾ രമ്യയും ചിന്നുവും കൂടിയിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്, ചിന്നുവിൻ്റെ പിറന്നാളായത് കാരണമാണ് അവർ പോയിരിക്കുകയാണ് എന്ന് പറയും. എന്നാൽ ശരി നീ ഈ ബാഗ് എടുത്ത് വെക്കും, ഞാൻ ആ സാറെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാമെന്ന് പറയണം. നീനെ എന്തായാലും ശരി, ഇടയ്ക്കൊന്നും അങ്ങോട്ടേക്ക് പോകും വേണ്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന JKയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കാർ അവിടെ കിടക്കുന്നുണ്ടാവും. കാറ് കണ്ടപ്പോൾ അർച്ചന വിചാരിക്കണം, ഓ അകത്തുണ്ട് ആൾ എന്ന് പറയണം. പിന്നീട് കോളിംഗ് ബെല്ലടിക്കുകയാണ് കേട്ടോ. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ പാപ്പച്ചൻ തുറക്കും. പെട്ടെന്ന് തന്നെ അർച്ചന പാപ്പച്ചൻ്റെ മുഖം ശ്രദ്ധിക്കില്ല, നമസ്കാരം പറയണം കേട്ടോ. നമസ്കാരം സാർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് തിരിഞ്ഞു നോക്കിയോ പാപ്പച്ചേ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ സാറിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് പറയുന്നു. ഈ സാറിൻ്റെ കൂടെ അപ്പം നിങ്ങൾ കാണിച്ച അന്ന് വീട് കാണിക്കാൻ വന്ന ആ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ പലരുടെയും കൂടെ വരുന്നുണ്ട്, ഈ സാറ് എൻ്റെ കൂടെ അയാൾക്കൊരു സഹായി വേണം എന്ന് പറഞ്ഞു, അപ്പം ഞാൻ എന്തായാലും കൂടാ എന്ന് പറഞ്ഞിട്ട് കൂടിയതാണ് എന്ന് പറയും കേട്ടോ. അർച്ചന എന്നിട്ട് പറയും, എനിക്ക് ആ JK സാറെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയണേ. അതിനെന്താ, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പാപ്പച്ച അകത്ത് കയറി ഇരിക്കാൻ പറയണം അർച്ചനയോട്. പക്ഷേ അർച്ചന കയറി ഇരിക്കുന്നില്ല, ഞാൻ പുറത്ത് നിന്നോളാം, ഒന്ന് വിളിക്കുമോ എന്ന് പറയണം കേട്ടോ. പിന്നീട് പാപ്പച്ചൻ പോകുമ്പോൾ പാപ്പച്ചൻ വിചാരിക്കേണ്ടത്, ഈ രീതിയിൽ ഇപ്പോൾ എങ്ങനെ അർച്ചനയെ വിളിക്കും, അർച്ചന ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്നെല്ലാം കരുതിയിട്ട് JKയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. JKയുടെ അടുത്ത് പോകുമ്പോൾ JK ഇങ്ങനെ പോവനിച്ചിട്ടും മദ്യം കുടിച്ചിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. താനെന്താടോ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, തനിക്കൊരു പെഗ് വേണമെങ്കിൽ താൻ ഒഴിച്ച് കുടിച്ചോ എന്നിങ്ങനെ പറയുന്നു. എനിക്ക് വേണ്ട, എന്തായാലും ഞാൻ എപ്പോഴെങ്കിലും കുടിക്കുകയുള്ളൂ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ശരി, തനിക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നീട് പാപ്പച്ചൻ വരികയാണ്. അതേസമയം അർച്ചന ചോദിക്കേണ്ടത്, എന്ത് പറഞ്ഞു സാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, സാറ് ഭയങ്കര എഴുത്തിൻ്റെ പണിപ്പുരയിലാണ്, അയാളുടെ മനസ്സിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വഴക്ക് പറയുള്ളൂ, അതാണ് ഞാനിപ്പോൾ വിളിക്കാൻ മടിച്ചിട്ടിരിക്കുകയാണ്, അയാൾ എഴുതുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയാം, എന്നാൽ ശരി വേണ്ട, അയാളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഏതായാലും ഞാൻ വന്നിരുന്നു എന്ന് എന്ന് പറയുമ്പോൾ പാപ്പച്ചൻ പറയും, ശരി ഞാൻ എന്തായാലും വന്നു എന്ന് പറയാം, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം അർച്ചന പോവുകയാണ്. അർച്ചന പോകുമ്പോൾ തന്നെ ചിന്നു രമ്യയും കൂടി വരികയാണ് കേട്ടോ. ആ അമ്മ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ, ഞാൻ ആ പുതിയ ആളെ വന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. കാണാൻ പറ്റിയില്ല, അയാളെ എഴുത്ത് പരിപാടിയായിട്ട് ഇരിക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, അയ്യോ അത് ഭയങ്കര കഷ്ടമായാലും അമ്മ കാണാതിരുന്നത്, എന്തായാലും നമുക്ക് പോയി കാണാമെന്ന് പറയുമ്പോൾ അർച്ചന പറയും, വേണ്ട അയാളെ എഴുതുകയായിരിക്കും, അയാളെ ഉപദ്രവിക്കേണ്ട, നമുക്ക് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ചിന്നു അർച്ചനയും കൂടിയിട്ട് അർച്ചന ഓഫീസ് കാര്യങ്ങളും ചിന്നു പഠിക്കുകയായിരിക്കും കേട്ടോ. ആ സമയം പെട്ടെന്ന് തന്നെ ചിന്നു എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താ നീ ആലോചിക്കുന്നത് മോളെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ JK അങ്കളുടെ കാര്യം ആലോചിക്കുകയാണ്, അമ്മ ഇതുവരെ വന്നിട്ട് അമ്മയാണ് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചത്, അമ്മയ്ക്ക് കാണാനും പറ്റിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നത്, നീ അയാളെക്കുറിച്ച് ആലോചിക്കുന്നു, പക്ഷെ അയാൾ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുമോ എന്തോ എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുകയാണ്, JK പറഞ്ഞത് എഴുതാൻ സഹായിക്കാൻ പോകണം എന്നെല്ലാം പറഞ്ഞു, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് എന്ന് പറയും. നീ അയാൾ സ്നേഹത്തോടെ പറയുന്നത്, അയാളെ ഉപദ്രവമായി പോകരുത്,
അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് അയാളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നു. ഏതായാലും അമ്മയെ കാണാനുണ്ടല്ലോ, എന്നോട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ എൻ്റെ പിറന്നാളല്ലേ, എന്തായാലും ശരി JK സാറിനെ വിളിച്ച് നമുക്ക് ഭക്ഷണം കൊടുക്കാം എന്നിങ്ങനെ ചിന്നു അർച്ചനയോട് പറയുകയാണ്.